ആര്യക്കുട്ടിയുടെ കരുതൽ. അതൊരു നല്ല നാടായിരുന്നേ. അവിടെ ഒരു വീട്ടില് ആര്യാന്ന് പേരുള്ള ഒരു വളർത്തുനായ ഉണ്ടായിരുന്നു. വളരെ നല്ല നായ്ക്കുട്ടിയായിരുന്നു അവള്. എല്ലാരോടും അവൾക്ക് സ്നേഹമായിരുന്നേ. ആര്യക്കുട്ടിക്ക് വീടിന് പുറത്ത് കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. തെരുവിലെ കുസൃതികളായ കുറച്ച് നാടൻ നായ്ക്കൾ. അവരെപ്പോഴും വണ്ടികൾക്ക് പിന്നാലെ ഓടും. സ്കൂളിൽ പോകുന്ന കുട്ടികളെയും വഴിയാത്രക്കാരെയും പേടിപ്പിക്കും. അനാവശ്യമായിട്ട് ബഹളം വെക്കും. അങ്ങനത്തെ കൂട്ടരായിരുന്നു അവര്. നമുക്കാരെങ്കിലും എന്തെങ്കിലും ഭക്ഷണമൊക്കെ തന്നാലല്ലേ നമ്മളെ സ്നേഹിക്കേണ്ടു എന്നായിരുന്നു അവരുടെ ചിന്ത. ഒരു ദിവസം കനത്ത മഴ പെയ്തു. അപ്പോ ആ തെരുവ് നായ്ക്കളൊക്കെ നനഞ്ഞു കുളിച്ചു. ഒരിടത്തും അഭയവും കിട്ടിയില്ല. അവര് വിശന്ന് തളർന്ന് ആര്യയുടെ വീടിന്റെ പടിവാതിൽക്കലെത്തി. അവരെ കണ്ടതും ആര്യ തന്റെ പക്കലുണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും ഒക്കെ അവർക്ക് നൽകി. ആര്യക്കുട്ടിയുടെ വീട്ടുകാർ അവൾക്ക് നൽകിയ സുരക്ഷിതമായ ഇടത്തിന്റെ ഒരു ചെറിയ ഭാഗം ആര്യക്കുട്ടി അവർക്കായിട്ട് വിട്ടുകൊടുത്തു. ആര്യക്കുട്ടിയുടെ ഈ കരുതൽ കണ്ടപ്പോ ആ കുസൃതിക്കൂട്ടത്തിന് വലിയ കുറ്റബോധം തോന്നി. അവര് ചോദിച്ചു, ആര്യക്കുട്ടി, ഞങ്ങൾ ഇത്രയും നാൾ എല്ലാവരെയും ഉപദ്രവിച്ചിട്ടും നീ എന്തിനാണ് ഞങ്ങളെ സഹായിക്കുന്നത്? ആര്യക്കുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിയാൽ മാത്രമേ തിരിച്ച് നമുക്കും സ്നേഹം ലഭിക്കുള്ളൂ. ഉപദ്രവിക്കുന്നത് വീരവാദമല്ല കൂട്ടുകാരെ, സഹായിക്കുന്നതാണ് യഥാർത്ഥ സന്തോഷം. പറഞ്ഞാ വിശ്വസിക്കുവോ കൂട്ടരെ? അന്ന് മുതല് ആ നായ്ക്കള് അവരുടെ സ്വഭാവം മാറ്റിയിത്രേ. അവരാ നാട്ടിലെ കാവൽക്കാരായി മാറി. ആരെയും ഉപദ്രവിക്കാതെ എല്ലാരോടും ഇണങ്ങി ജീവിക്കാൻ അവർ പഠിച്ചു. നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ചെറിയൊരു കരുണയ്ക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അല്ലേ? കഥ ഇഷ്ടായോ?